ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ 2 പ്രതികൾക്ക് ജാമ്യം. രണ്ടാം പ്രതി ഫഹദ്, മൂന്നാം പ്രതി ജിഷ്ണു എന്നിവർക്കാണ് കോഴിക്കോട് ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടെ MS സൊല്യൂഷൻ സിഇഒ മുഹമ്മദ് ഷുഹൈബ് അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങി. തന്റെ സ്ഥാപനത്തെ തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് ഷുഹൈബ് പ്രതികരിച്ചു. സെപ്റ്റംബറിന് ശേഷം വന്നൊരു അധ്യാപകനാണ്. ആ അധ്യാപകൻ ആരോ ഒരാൾ എൻ്റെ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയച്ചതാണ്. അതൊരു വൻകിട പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോം എന്താണെന്ന് എനിക്കറിയാം. എനിക്ക് എൻ്റെ അടുത്തുണ്ട് ഈ അധ്യാപകർ ആരാ പറഞ്ഞയച്ചെന്നുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട്. അതൊരു വേറൊരു പ്ലാറ്റ്ഫോമാണത്. എൻ്റെ MS സൊല്യൂഷൻ എന്ന് പറഞ്ഞ സ്ഥാപനത്തിനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അതെ, അത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. പേര് ഞാൻ പറയൂല. ആ സ്ഥാപനം ഒരു എൻ്റെ നാട്ടിലൊരു നേതാവിന് 5 ലക്ഷം രൂപ ഓഫർ ചെയ്തിട്ടുണ്ട്. ആ സ്ഥാപനം 5 ലക്ഷം രൂപ. ശരി, വിവരങ്ങളുമായി ലിനറ്റ് വർഗീസ് ചേരുന്നുണ്ട്. ലിനറ്റ്, 2ഉം 3ഉം പ്രതികൾക്ക് ജാമ്യം. ഇതിനൊപ്പം തന്നെ ഈ ഷുഹൈബ് ഇപ്പോൾ രാഷ്ട്രീയക്കാരിലേക്ക് പോലും ആരോപണങ്ങൾ എത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വകുപ്പുതല നടപടിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകിയ ഒരു സാഹചര്യമുണ്ട്. എന്താണ് വിവരങ്ങൾ? സേതുലക്ഷ്മി, നിലവിലിപ്പോൾ ഹൈക്കോടതി MS സൊല്യൂഷന്റെ CEO ആയിരിക്കുന്ന ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യ അപേക്ഷ തള്ളിയതോടെയാണ് ഇപ്പോൾ കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുമ്പിൽ MS സൊല്യൂഷന്റെ CEO ആയിരിക്കുന്ന ഷുഹൈബ് ഇപ്പോൾ ഇവിടെ കീഴടങ്ങിയിരിക്കുന്നത്. നിലവിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമെന്നാണ് ക്രൈംബ്രാഞ്ച് SP മൊയ്തീൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമായിരിക്കും അറസ്റ്റ് പോലുള്ള മറ്റ് നടപടികളിലോട്ടൊക്കെ തന്നെ കിടക്കുക. എന്നിരുന്നാലും ഈ ഒരു MS സൊല്യൂഷൻ തകർക്കാനുള്ള മറ്റ് പ്ലാറ്റ്ഫോമിൽ, അതായത് മറ്റ് ട്യൂഷൻ സെന്ററുകളിലെയൊക്കെ തന്നെ ഗൂഢാലോചനയുടെ തൊട്ടുപിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു കേസ് വന്നിരിക്കുന്നത് എന്നാണ് MS സൊല്യൂഷന്റെ CEO ആയിരിക്കുന്ന ഈ ഒരു ഷുഹൈബ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം ഇതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതോടൊപ്പം പ്രാദേശിക നേതാവിന് മറ്റൊരു സ്ഥാപനം, ഒരു പ്രമുഖ സ്ഥാപനം 5 ലക്ഷം രൂപ ഓഫർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ തെളിവുകൾ തന്റെ കയ്യിലുണ്ട്. മറ്റു വാദങ്ങൾ, ഇതിനു മുമ്പും ഇതേ ആരോപണങ്ങൾ ഈ ഒരു അന്വേഷണ സംഘത്തിന് മുമ്പിൽ അവതരിപ്പിച്ചുവെന്നും അതുതന്നെയാണ് വീണ്ടും പറയാനുള്ളത് എന്ന് തന്നെയാണ് ഈ ഒരു ഷുഹൈബ് ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ എന്താണേലും ഗൂഢാലോചനയുണ്ട്. തന്റെ സ്ഥാപനത്തെ തകർക്കാൻ വേണ്ടി മറ്റൊരു ട്യൂഷൻ സെന്റർ പ്രമുഖ സ്ഥാപനമാണെന്ന് പറയുന്നുണ്ട്. പേര് പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ഈ ഒരു ഗൂഢാലോചനയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള കേസ് വന്നിരിക്കുന്നത്. സെപ്റ്റംബറിലാണ് ഫഹദ് എന്ന അധ്യാപകൻ MS സൊല്യൂഷനിൽ ജോയിൻ ചെയ്യുന്നത്. അതിന് തൊട്ടു പിന്നാലെ ഡിസംബറിൽ നടന്ന ക്രിസ്മസ് ചോദ്യപേപ്പറിൽ ആണ് ഇപ്പോൾ ചോർന്നിരിക്കുന്നത് എന്ന പരാതി ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫഹദിനെ മറ്റൊരു സ്ഥാപനമാണ് ഈ ഒരു MS സൊല്യൂഷനിലേക്ക് വിട്ടതെന്നും ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, തന്നെ കൊടുക്കണമെന്ന് മറ്റുള്ളവർ കരുതിയിരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതിൽ ഉപരിയായിട്ട് ഇതിൽ പണം നൽകി ഒരു പ്രാദേശിക നേതാവിന് പണം നൽകാൻ ശ്രമിച്ചിരുന്നു എന്ന കാര്യവും ഷുഹൈബ് വ്യക്തമാക്കുന്നു. ഇതിന്റെ എല്ലാം കൃത്യമായ തെളിവുകൾ തന്റെ കൈവശമുണ്ട്. അത് ക്രൈംബ്രാഞ്ചിന് നൽകുമെന്നാണ് ഇപ്പോൾ ഷുഹൈബ് വ്യക്തമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു 2-3 പ്രതികളായിരിക്കുന്ന MS സൊല്യൂഷനിലെ അധ്യാപകരായിരിക്കുന്ന ഈ ഒരു ഫഹദ് എന്ന് പറയുന്ന അധ്യാപകനും അതോടൊപ്പം ജിഷ്ണു എന്ന അധ്യാപകനും, ഈ 2 പേർക്കും ഇപ്പോൾ ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് SP-യുടെ പ്രതികരണം കൂടി നമുക്ക് ലഭ്യമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അയാൾ കീഴടങ്ങിയിട്ടുണ്ട്. അയാൾ സംസാരിക്കട്ടെ, അയാൾ വിശദമായി ചോദ്യം ചെയ്യട്ടെ. മൊഴിയെടുത്തതിന് ശേഷം കാര്യങ്ങൾ പറയാം. അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാവും. ചോദ്യം ചെയ്യട്ടെ, ചോദ്യം ചെയ്തതിനു ശേഷം പറയാം.